ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അരിത റെസിപ്പീസ്. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഹ്യമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉലുവയും ഉള്ളിയും വെച്ച് നല്ലൊരു ലേഹ്യം. ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് 2 ലേഹ്യത്തിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ നമുക്ക് ഈ ഒറ്റ ലേഹ്യം കൊണ്ട് കഴിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ദേഹരക്ഷയ്ക്കായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതുമാതിരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം ഉലുവയും അതുമാതിരി 3/4 കിലോളം ചെറുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉലുവ തന്നെയാണെങ്കിൽ ഉലുവ തന്നെ വെച്ചിട്ടും ലേഹ്യം ഉണ്ടാക്കാം. അപ്പം ഞാൻ 2 കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉലുവ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം കഴുകിയെടുക്കുക. 1-2 പ്രാവശ്യം 2-3 പ്രാവശ്യമൊക്കെ നല്ലോണം തിരുമ്പി കഴുകിയെടുത്ത ശേഷം വെള്ളം ഊറ്റി കളഞ്ഞ് നല്ല വെള്ളത്തിലൊന്ന് ഒരു 8 മണിക്കൂറോളം കുറഞ്ഞത് കുതിരാൻ വയ്ക്കാം. അപ്പോൾ ഉലുവയേക്കാളും കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ ഉലുവയൊക്കെ ഒന്ന് ചീർത്ത് വരും. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും കുതിരാൻ വയ്ക്കണം. അപ്പം ഞാൻ രാവിലെ ഇട്ടിട്ട് ഒരു വൈകുന്നേരമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഉലുവയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ വേഗം മുറിഞ്ഞു പോരുന്നുണ്ട്. ഇനി ഞാൻ 3/4 കിലോളം ചെറുള്ളി നന്നാക്കിയത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 500 ഗ്രാമിൻ്റെ കരിപ്പെട്ടി അല്ലെങ്കിൽ പനഞ്ചക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചില സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഇത്തിരി വിലയുണ്ട്. പക്ഷെ നമ്മൾ ഈ മരുന്ന് ലേഹ്യം ഉണ്ടാക്കുമ്പോൾ ഇതാണ് ചേർക്കാറ്. പിന്നെ ഒരു നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി ആ കുക്കറിലേക്ക് ഈ ഉലുവ കുതിർത്ത വെള്ളം അടക്കം ഒഴിച്ചു കൊടുക്കുകയാണ്. ഉലുവയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച ചെറുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നാക്കി കഴുകി വെച്ച ചെറുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളകാണ് ചേർക്കണത്. പൊടിക്കാത്ത കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതേമാതിരി ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 നുള്ള്. ഇനി കുക്കർ അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. 4 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പനഞ്ചക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ടും ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിക്കുകയാണ്. അപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പനഞ്ചക്കര. അപ്പോൾ നമുക്ക് ഇത്ര മതി. നൂൽപ്പരുവൊന്നും ആവണ്ട, ഇതേമാതിരി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയ ശേഷം ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉലുവയും ഉള്ളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേ കണ്ടില്ലേ, നല്ല അലിഞ്ഞ് പോണ മാതിരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണ്. 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1-2 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നല്ലോണം ഇളക്കി വെച്ചിപ്പിക്കാം. ഈ ഉലുവയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് വരണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തത് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശർക്കര പാനി നമ്മൾ പനച്ചക്കര ആയതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേമാതിരിയൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ വെന്ത് വരുമ്പോൾ അത് ശരിയാവും. നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊക്കെ ഒന്ന് കിടന്ന് വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഒന്ന് കുറുകി വരണം. നമുക്ക് ഇത്തിരി വലിപ്പമുള്ള ഒരു പാത്രമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇളക്കാനൊക്കെ സൗകര്യമാണ്. അപ്പോൾ അടികട്ടിയുള്ള പാത്രം വേണം നമുക്ക് ഇതുമാതിരി ലേഹ്യമൊക്കെ ഉണ്ടാക്കാൻ. നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ദേഹരക്ഷയ്ക്കായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഈ മാസത്തിൽ ഈ ജോലി തിരക്കും കാര്യങ്ങളുടെ ഇതിലൊക്കെ ഉള്ള ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ ലേഹ്യമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ നമ്മുടെ വിളർച്ച മാറാനും അതുമാതിരി ശരീരവേദന, പിന്നെ നടുവേദന, അതുമാതിരി രക്തക്കുറവുള്ളവർക്കും, പിന്നെ അതുമാതിരി പ്രസവരക്ഷയിലായാലും നമ്മൾ ഈ ഉലുവ ലേഹ്യവും കഴിക്കുന്നുണ്ട്, അതുമാതിരി ഉള്ളി ലേഹ്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുക.
ലേഹ്യമൊക്കെ ഒന്നുകൂടിയും കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ 1-ാം പാൽ കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കായാലും മുലപ്പാൽ വർദ്ധിക്കാനായാലും ഇതുമാതിരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇതിൽ നാളികേരപ്പാലും ചേരുന്നുണ്ട്, അതുമാതിരി ഉലുവ, ഉള്ളി ഒക്കെ ചേരുന്നതുകൊണ്ട്, അതുമാതിരി പനഞ്ചക്കരയൊക്കെ ചേരുന്നതുകൊണ്ട് ശരീരത്തിന് വളരെ ഗുണങ്ങളാണ്. അതുപോലെ ദഹനത്തിനായിട്ട് നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. വേണമെങ്കിൽ അല്പം ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ശരീരത്തിന് ദോഷമായിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ അതുമാതിരി നെയ്യൊക്കെ വേണമെങ്കിൽ നമ്മൾ 1-2 ടീസ്പൂണും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് നല്ല പശു നെയ്യാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടിയും ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം. അപ്പോൾ ഇതൊക്കെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പരുവം. അപ്പോൾ ഇതേ നമുക്ക് ഒന്ന് ചൂടാറിയ ശേഷം കുപ്പിയിലേക്ക് മാറ്റാം. വെള്ളം തോർന്ന കുപ്പിയിലേക്ക് മാറ്റി നമുക്ക് 1 ആഴ്ചത്തോളം ഒക്കെ പുറത്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ 1 മാസം 2 മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രാവിലെയും അതുമാതിരി വൈകിട്ടും ഓരോ ടീസ്പൂണൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഉലുവ ലേഹ്യത്തിൻ്റെ അല്ലെങ്കിൽ ഉലുവ കഞ്ഞി കഴിക്കാൻ പറ്റാത്തവർക്ക് 1 ടീസ്പൂണ് ഇങ്ങനെ കഴിക്കുക. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.